ഹായ്, ഞാൻ അച്ചു. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ 8 മന്ത് പ്രഗ്നൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഇത്തിരി നേരെ ഇരുന്ന് ഭഗവത്ഗീത വായിക്കാറുണ്ട്. ഈ പ്രഗ്നൻസി ഹോർമോൺസ് കാരണം ഞാൻ എവിടെയാണ് വായിച്ചത്, എവിടെയാണ് നിർത്തിയതെന്നൊന്നും എനിക്ക് ഓർമ്മയുണ്ടാവാറേ ഇല്ല. അപ്പോൾ ഇന്ന് രാവിലെ വായിക്കാനിരുന്നപ്പോഴാണ് ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ എന്ന് ആലോചന വന്നത്. ഭഗവത്ഗീത ആയതുകൊണ്ട് മയിൽപ്പീലി എന്നെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഒരു ക്യാൻവാസ് പേപ്പർ എടുത്ത് കട്ട് ചെയ്ത് എനിക്ക് ആവശ്യമുള്ള സൈസിലാക്കിയതിന് ശേഷം ഒരു മയിൽപ്പീലിയുടെ ഔട്ട്ലൈൻ കൊടുത്തു. പിന്നെ ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുത്ത് മനസ്സിലുള്ള മയിൽപ്പീലി എങ്ങനെയെങ്കിലും പേപ്പറിലാക്കാൻ കിണിഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അറിയപ്പെടുന്ന ചിത്രകാരന്മാരൊക്കെയുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പക്ഷെ ആദ്യത്തെ കാര്യം, എനിക്ക് വരയ്ക്കാനേ അറിയില്ല. പക്ഷേ ഒരു വർഷം മുന്നേ പെട്ടെന്നൊരു ദിവസം എനിക്ക് ചിത്രം വരയ്ക്കാൻ വല്ലാത്ത ആഗ്രഹം. ഇത് കേട്ടപാടെ എൻ്റെ രാജുവിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ, ഞാൻ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വന്നു. പക്ഷേ ഈ ഒരു വർഷമായിട്ട് എനിക്ക് ആകെ ഒരു ചിത്രം മാത്രമാണ് വരയ്ക്കാൻ പറ്റിയത്. അതെ, ഈ വീട്ടിലെ വാഴ അത് ഞാൻ തന്നെയാണ്. സോ അവസാനം കുറച്ച് പേളും ഒരു ടെസലും കൂടെ അതിൻ്റെ അറ്റത്തൊരു ഹോളിട്ട് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അങ്ങനെ കഴിഞ്ഞു പണി കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് വരുന്നു അടുത്ത പണി. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കളറ് അതിൻ്റെ അറ്റത്തായിട്ട് ഇറ്റിപ്പോയി. കളറല്ല, ആക്ച്വലി കളർ ചെയ്ത വാട്ടറായിരുന്നു. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്തപ്പോൾ അവിടെ അടയാളമായിട്ട് നിന്നപ്പം ഞാൻ കുറച്ച് യെല്ലോ കളേഴ്സും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് അതിൻ്റെ ചുറ്റിലും ഷെയ്ഡായി. ഫൈനലി നമ്മുടെ ബുക്ക് മാർക്ക് ഇങ്ങനെയാണുള്ളത്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇപ്പോഴത്തെ ഒരു മാനസിക നില അനുസരിച്ച് എന്തെങ്കിലും വിചാരിച്ചാൽ ഉടനെ അത് കിട്ടണം. ഇപ്പം കുറച്ച് സമാധാനമൊക്കെ ഉണ്ട്. അപ്പം ഇനി എന്താ പരിപാടി? ബാക്കി പോയിരുന്ന് വായിക്കാം അല്ലേ? ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. ബായ്.